ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഇന്ന് മുന്തിരിങ്ങ ജ്യൂസ്. നമുക്ക് മുന്തിരിങ്ങ വേവിച്ചെടുത്ത് ജ്യൂസ് അടിക്കാം. ഇപ്പം ഈ ചൂട് സമയത്ത് ഈ മുന്തിരിങ്ങ ജ്യൂസ് നല്ലതാണ്. നോമ്പ് കുറയ്ക്കും, എല്ലാത്തിനും ഈ മുന്തിരിങ്ങ ജ്യൂസ് നല്ല ഗുണം ചെയ്യും. അതിന് ഞാൻ കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വെച്ചതാണ്. ഇനി ഇത് അടുപ്പിലൊന്ന് വേവിച്ച് വെക്കാം. ഒരു പാത്രത്തിലോട്ട് ഇട്ട് വേവിച്ച് വെക്കാം. അതിന് ഒരു 1/2 കിലോ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. കുറച്ച് പഞ്ചസാര ഇട്ട് നമ്മൾ ആവശ്യത്തിന് മധുരമുള്ള ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ച് എടുക്കാം. ഇതൊന്ന് അടുപ്പിൽ വെച്ചിരിക്കുക. ഇതൊന്ന് തിളയ്ക്കുന്നുണ്ട്, ചെറുതായിട്ട് തിള വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മുന്തിരിങ്ങയെല്ലാം തിളച്ച് കിടന്ന് വേവുന്നുണ്ട്. മുന്തിരിങ്ങ വേവിച്ച് വെച്ചു. ഇനി ഇതൊരു ജാറിലോട്ട് ഇടാം. ചെറുതായിട്ടൊന്ന് തണുത്ത് സ്പൂൺ വെച്ച് ഇങ്ങനെ കോരി തവി വെച്ച് വലിയ സൈസ് മുന്തിരിങ്ങ. വെള്ളം കണ്ടോ, ഒരു കളർ. ഇതിനകത്ത് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അടിച്ച് നമുക്ക് ജ്യൂസാക്കി എടുക്കാം. അതൊന്ന് അടിക്കാം. ഒരു അരിപ്പയിൽ ഒഴിച്ച് അരിച്ചെടുക്കാം. നല്ല അടിപൊളി മുന്തിരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഒരു സ്പെഷ്യൽ ജ്യൂസാണിത്. ഇനി ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. മുന്തിരി ജ്യൂസിന് വലിയ പാടില്ല. മുന്തിരിങ്ങ എടുത്ത് ഒരു 1/2 കിലോ മുന്തിരിങ്ങ എടുത്തതുള്ളൂ. പാലും ഒഴിച്ച് പഞ്ചസാര ഇട്ടതേ ഉള്ളൂ. ഇത് വലിയ ചിലവൊന്നുമില്ല. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ. അടിപൊളി മുന്തിരിങ്ങ ജ്യൂസായിരുന്നു ഇത്. ഈ ചൂട് സമയത്ത് നല്ലതാണ് ഇങ്ങനെയുള്ള ജ്യൂസുകൾ കുടിക്കുന്നത്.